السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين يحبون أن تشيع الفاحشة في الذين آمنوا لهم عذاب أليم في الدنيا والآخرة والله يعلم وأنتم لا تعلمون. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് ഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മുസ്ലിം ഉമ്മത്തിൻ്റെ ഇന്നത്തെ സാഹചര്യം മുന്നിൽ വച്ച് നാം ഓരോരുത്തരും ഗഹനമായി ചിന്തിക്കുകയാണെങ്കിൽ നാം പരസ്പരം ഐക്യപ്പെടേണ്ട സമയം, നമ്മിൽ പരസ്പരം യോജിപ്പും ഒരുമയും ഉണ്ടാകേണ്ട സമയം വളരെ അതിക്രമിച്ചിരിക്കുകയാണെന്ന് മനസ്സിലാകും. ഓരോ ദിവസം കഴിയും തോറും ഉമ്മത്തിൻ്റെ ഐക്യം, ഒരുമ ഇത് വളരെ അനിവാര്യമായി കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഖേദകരം, വളരെ ദുഃഖകരമെന്ന് പറയട്ടെ, നാം ഐക്യപ്പെടേണ്ട സമയം ഇത്രയും അതിക്രമിച്ചിട്ടും ഓരോ ദിവസം കഴിയും തോറും നാം പരസ്പരം ഭിന്നിച്ചും വെറുപ്പും ശത്രുതയും നമ്മിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു യാഥാർത്ഥ്യമാണ്, ഇതൊരു സത്യവുമാണ്. എന്തിൻ്റെ പേരിലാണ് നമുക്ക് പരസ്പരം യോജിക്കാൻ സാധിക്കാത്തത്? ഇബാദത്തിൻ്റെ കുറവിൻ്റെ പേരിലാണോ? ഇൽമിൻ്റെ കുറവിൻ്റെ പേരിലാണോ? നമ്മുടെ പള്ളികളുടെ എണ്ണത്തിൻ്റെ കുറവിൻ്റെ പേരിലാണോ? മുസ്ലിമീങ്ങളെ മദ്രസകളുടെ എണ്ണത്തിൻ്റെ കുറവിൻ്റെ പേരിലാണോ? എന്തിൻ്റെ കുറവിൻ്റെ പേരിലാണ് ഉമ്മത്തിൽ നിന്ന് ഐക്യം നഷ്ടപ്പെട്ടു പോയത്? നാം ശരിക്കുമൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാകും, നമ്മുടെ സ്വഭാവത്തിൻ്റെ കുറവാണ്. അഖ്ലാഖിലുള്ള സംസ്കരണം നഷ്ടപ്പെട്ടതാണ്. നമ്മുടെ മോശമായ ദുസ്വഭാവങ്ങളാണ് നമ്മളെ പരസ്പരം യോജിപ്പിക്കാൻ തടസ്സമായി നിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരുമുള്ള ദുസ്വഭാവങ്ങൾ, മോശമായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്ന് നീക്കാതെ, നാം ഓരോരുത്തരും മാറ്റാൻ തയ്യാറാകാതെ ഐക്യം അസാധ്യമായ കാര്യമാണ്. ഐക്യം വെറും സ്വപ്നം മാത്രമായി മാറും. എന്തെല്ലാം ദുസ്വഭാവങ്ങൾ നമ്മളിലുണ്ടോ അതെല്ലാം നാം മാറ്റേണ്ടതാണ്. ഇന്ന് വളരെ വ്യാപകമായ, എന്നിലും നാം ഓരോരുത്തരും വളരെ വ്യാപകമായ ഒരു മോശമായ സ്വഭാവമാണ് മറ്റുള്ളവരുടെ ഐബുകൾ, ന്യൂനതകൾ അന്വേഷിക്കുകയും അത് ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയും ചെയ്യുക എന്നത് പൊതുവെ എല്ലാ സ്ഥലത്തും വ്യാപകമാണ്. കുടുംബങ്ങളിൽ, സമൂഹത്തിനിടയിൽ, പരസ്പരം മുസ്ലിം സംഘടനകൾക്കിടയിൽ, എല്ലാ സ്ഥലത്തും വ്യാപകമാണ്. മറ്റുള്ളവരുടെ ന്യൂനതകൾ, ഐബുകൾ അന്വേഷിക്കുക, എന്നിട്ടത് ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുക. ന്യൂനതയില്ലാത്ത മനുഷ്യൻ ആരാണുള്ളത്? എല്ലാവരിലും കുറവുകളും ന്യൂനതയുമുണ്ട്. സഈദ് ബിൻ മുസയ്യിബ് റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു,
ലൈസ മിൻ ഷരീഫിൻ വലാ ആലിമിൻ വലാ ദീ ഫദ്ലിൻ ഇല്ലാ ഫീഹി ഐബുൻ. ഒരു ആലിമുമില്ല, ഒരു മഹത്വമുള്ള വ്യക്തിയുമില്ല, എല്ലാവരിലും എന്തെങ്കിലും ന്യൂനതയുണ്ടാകും. മൗലാന ഉമർ പാലംപൂരി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, മനുഷ്യൻ്റെ ശരീരത്തിൽ വളരെ ഉന്നതമായ അവയവങ്ങളുണ്ട്. വളരെ ബഹുമാനിക്കപ്പെടുന്ന, മനുഷ്യന് മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സോടെ നിലനിൽക്കാൻ കാരണമാകുന്ന ഉയർന്ന അവയവങ്ങളുണ്ട്. അതേ മനുഷ്യൻ്റെ ശരീരത്തിൽ തന്നെ മറച്ചു വെക്കേണ്ട ന്യൂനതയുള്ള അവയവങ്ങളുമുണ്ട്. ഇതുപോലെ എല്ലാ മനുഷ്യനിലും, നന്മയുള്ള മനുഷ്യരിൽ ന്യൂനതയും ഉണ്ടാകും, അയ്ബുകളും ഉണ്ടാകും. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല അലൈഹി എഴുതുന്നുണ്ട്, മനുഷ്യരിൽ ചിലർ മൃഗങ്ങളിൽ ഏറ്റവും മോശമായ മൃഗത്തെ പോലെയാണ്, ഖിൻസീറിനെ പോലെയാണ്. ഖിൻസീർ അതിന് മുന്നിൽ എത്ര സുഗന്ധമുള്ള വസ്തു കണ്ടാലും, ഒരു പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് എത്ര സുഗന്ധമുള്ള പുഷ്പങ്ങൾ അതിന് മുന്നിലുണ്ട് എങ്കിലും ആ സുഗന്ധമുള്ള പുഷ്പത്തെ അത് അന്വേഷിക്കുകയില്ല. മറിച്ച് ആ പൂന്തോട്ടത്തിലെ അഴുക്കിനെയും വൃത്തികെട്ട വസ്തുവിനെയും മാത്രമേ അത് അന്വേഷിക്കുകയുള്ളൂ. ഇതുപോലെ ചില മനുഷ്യർ, നന്മകൾ മനുഷ്യരുണ്ടെങ്കിലും അതിനെ കാണുകയില്ല, മറിച്ച് തിന്മകൾ മാത്രമേ അന്വേഷിക്കുകയുള്ളൂ, തിന്മകൾ മാത്രമേ കാണുകയുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുബ്സിറു അഹദുക്കും അൽ ഖദാത ഫീ ഐനി അഖീഹി. ജനങ്ങളിൽ ചിലർ, അവർ തൻ്റെ സഹോദരൻ്റെ കണ്ണിലുള്ള തുരുമ്പിനെ അവൻ കാണും. അവൻ്റെ കണ്ണിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന വളരെ ചെറിയ കരടിനെ പോലും അവൻ കാണുന്നതാണ്. എന്നാൽ അവനിൻ്റെ സ്വന്തം കണ്ണിലുള്ള, അവനിലുള്ള വലിയ അയ്ബുകൾ, ന്യൂനതകൾ കാണുകയും ചെയ്യുന്നില്ല. നമ്മുടെ നാശത്തിന് കാരണമാകുന്ന ദുസ്വഭാവമാണ് മറ്റുള്ളവരെ അയ്ബുകൾ, ന്യൂനതകൾ അന്വേഷിക്കുക എന്നുള്ളത്. സയ്യിദ് സിഖ്തി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, ഒരു മനുഷ്യനെ വളരെ വേഗത്തിൽ നശിപ്പിക്കുകയും അവൻ്റെ എല്ലാ ഇബാദത്തിനെയും പൊളിച്ചു കളയുകയും അവൻ്റെ ഹൃദയത്തെ വളരെ വേഗത്തിൽ നശിപ്പിക്കുകയും ചെയ്യുന്ന 2 തിന്മകളുണ്ട്. അതിലൊന്ന് അവൻ സ്വന്തം അയ്ബുകളെ കാണാതിരിക്കുക എന്നുള്ള തിന്മയാണ്. 2 മറ്റുള്ളവരെ ന്യൂനതയെ അന്വേഷിക്കുക എന്ന തിന്മയാണ്. ഈ 2 തിന്മകൾ അവനെ വേഗത്തിൽ നശിപ്പിച്ചു കളയുന്ന തിന്മയാണ്. അതുകൊണ്ട് നമുക്ക് അള്ളാഹു നൽകിയ ഈ കണ്ണ്, ഇത് മറ്റുള്ളവരെ കുറവുകൾ അന്വേഷിക്കുന്നതിൽ ശീലമായാൽ പിന്നെ ആ തിന്മകൾ പരസ്യപ്പെടുത്താതെ നമ്മുടെ നഫ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. തിന്മകൾ അന്വേഷിക്കുന്നൊരു ശീലം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പിന്നെ അത് ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്താതെ നഫ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. ഇത് നമ്മൾ വളരെ അപകടത്തിലെത്തിക്കും. മറ്റുള്ളവരുടെ അള്ളാഹു മറച്ചു വെച്ച അയ്ബുകളെ, ന്യൂനതയെ നാം ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുന്ന സ്വഭാവം നമ്മിൽ വന്നു ചേർന്നാൽ അത് നമ്മളെ വലിയ അപകടത്തിൽപ്പെടുത്തുന്നതാണ്. ഏറ്റവും വലിയ അപകടം ആ തിന്മയിൽ നാം അകപ്പെടുമെന്നുള്ളതാണ്. ഏതൊരു അയ്ബിനെക്കുറിച്ചാണോ, മറ്റുള്ള ന്യൂനതയെക്കുറിച്ചാണോ നാം ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തിയത്, ആ തിന്മയിൽ നാം അകപ്പെടുമെന്നാണ് ഏറ്റവും വലിയ അപകടം. ഇബ്രാഹിം നഖഈ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം പറയുമായിരുന്നു, ഞാൻ വെറുക്കുന്ന ചില കാര്യങ്ങൾ എൻ്റെ കണ്ണിന് മുന്നിൽ ഞാൻ കാണുന്നു, മറ്റുള്ളവരുടെ പല ന്യൂനതയും ഞാൻ കാണുന്നു. പക്ഷെ അതിനെപ്പറ്റി പറയാൻ എന്നെ തടയുന്നത് ഇല്ലാ മഖാഫത്തൻ അൻ ഉബ്തലിയ ബിമിസ്ലി. എന്നെ അത് പറയാൻ തടസ്സമാകുന്നത് ഞാൻ ആ പാപത്തിൽ പരീക്ഷിക്കപ്പെടുമോ എന്ന ഭയമാണ്. ഞാൻ മറ്റുള്ളവരുടെ പല കുറവുകളും ന്യൂനതയും ഞാൻ കാണുന്നുണ്ട്. അത് പറയാൻ എനിക്ക് തടസ്സമാകുന്നത് ആ തിന്മയിൽ ഞാൻ പരീക്ഷിക്കപ്പെടുമോ എന്ന ഭയമാണ്. ഹസൻ ബസ്ർ റഹ്മത്തുള്ളാഹി തആല അലൈഹി അദ്ദേഹം സഹാബാക്കളെ കുറിച്ച് പറയുമായിരുന്നു, സഹാബാക്കൾ പരസ്പരം പറയുമായിരുന്നു, ഒരു മനുഷ്യൻ തിന്മ ചെയ്യുകയും ആ തിന്മയിൽ നിന്ന് ആ മനുഷ്യൻ തൗബ ചെയ്യുകയും ചെയ്തു. അങ്ങനെ തൗബ ചെയ്തൊരു തെറ്റിനെക്കുറിച്ച് മറ്റൊരാൾ ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തിയ മനുഷ്യനെ എളിഭ്യനാക്കിയാൽ ലം യമുത് ഹത്താ യബ്തലി അല്ലാഹു ബിഹി. ആ തൗബ ചെയ്ത പാപത്തിൽ അകപ്പെടാതെ ആരാണോ പരസ്യപ്പെടുത്തുക അവൻ മരിക്കുകയില്ല. ഒരു മനുഷ്യന് തെറ്റ് ചെയ്തു, അവൻ തൗബ ചെയ്തു, ആ തെറ്റിൽ നിന്ന് സ്വന്തം വീഴ്ചയായി മനസ്സിലാക്കി അവൻ തൗബ ചെയ്തു. അതിനുശേഷവും നാം ആ തെറ്റിനെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തി ആ മനുഷ്യനെ എളിഭ്യനാക്കിയാൽ ലം യമുത് ഹത്താ യബ്തലി അല്ലാഹു ബിഹി.
തീർച്ചയായും ആ പാപത്തിൽ നാം അകപ്പെടാതെ മരിക്കുകയില്ല. നമുക്കൊരു സാഹചര്യം ഉണ്ടാവുകയില്ല അങ്ങനത്തെ തെറ്റ് ചെയ്യാൻ. പക്ഷെ തീർച്ചയാണ് മറ്റൊരു മനുഷ്യനെ നാം എളിഭ്യനാക്കിയതിൻ്റെ പേരിൽ മരണത്തിന് മുമ്പ് നാം തീർച്ചയായും ആ പാപത്തിൽ അകപ്പെടുന്നതാണ്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുമായിരുന്നു, ഞാൻ ഒരു നായയെ കളിയാക്കുകയും ആക്ഷേപിക്കുകയും ചെയ്യുന്നതിനെ ഭയപ്പെടുന്നു, ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ നായായി പോകുമോ എന്നതിനെ. അബൂ മൂസ അൽ-അശ്അരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ യാത്രക്കിടയിൽ വഴിയിലൊരു മനുഷ്യൻ ഒരു ആടിനെ പാലൂട്ടുന്നത് കണ്ട് ആ മനുഷ്യനെ ഞാൻ കളിയാക്കുന്നതിന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ഞാൻ കളിയാക്കിയാൽ എൻ്റെ മരണത്തിന് മുമ്പ് ഞാനും ഒരു ആടിനെ പാലൂട്ടിയ അവസ്ഥയിലില്ലാതെ ഞാൻ മരിക്കുകയില്ല എന്ന കാര്യം എന്നെ ഭയപ്പെടുത്തുന്നു. യഹ്യ ഇബ്നു മുആദ് റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നു, നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ ന്യൂനതകൾ ഐബുകൾ കണ്ടാൽ ഒരിക്കലും അതിൻ്റെ പേരിൽ മനുഷ്യൻ നിങ്ങൾ ആക്ഷേപിക്കരുത്, മറ്റുള്ളവരെ നിങ്ങൾ എളിഭ്യനാക്കരുത്. കാരണം ഞാൻ മറ്റുള്ളവരുടെ പല തിന്മകളും പരസ്യപ്പെടുത്തിയതിൻ്റെ പേരിൽ ഞാൻ ആ തിന്മ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടു. 20 വർഷത്തിന് ശേഷമാണെങ്കിലും ശരി, ഞാൻ മറ്റുള്ളവരുടെ പല ഐബുകളും അത് ഞാൻ പറഞ്ഞതിൻ്റെ പേരിൽ 20 വർഷത്തിന് ശേഷമാണെങ്കിൽ പോലും ആ തിന്മ കൊണ്ട് ഞാൻ പരീക്ഷിക്കപ്പെട്ടു പോയി. അതുകൊണ്ട് മറ്റുള്ളവരുടെ ന്യൂനതകൾ നോക്കുന്ന, ഐബുകൾ അന്വേഷിക്കുന്ന ഒരു ശീലം നമ്മളിൽ വന്നാൽ പിന്നെ അത് പരസ്യപ്പെടുത്താതെ നമ്മുടെ നഫ്സിന് സമാധാനം ഉണ്ടാവുകയില്ല. അങ്ങനെ പരസ്യപ്പെടുത്തിയാൽ അള്ളാഹു പരീക്ഷിക്കുന്ന വലിയൊരു പരീക്ഷണം നാം ആ തെറ്റിൽ അകപ്പെടുന്നതാണ്. അള്ളാഹുവിന് അങ്ങേറ്റം വെറുപ്പുള്ള കാര്യമാണ്. അള്ളാഹു ഒരു അടിമയുടെ പാപത്തെ മോശത്തരത്തെ അള്ളാഹു മറച്ചു വെക്കുകയും അള്ളാഹ് മറച്ചു വെച്ചതിനെ നാം ജനങ്ങൾക്ക് ഇടയിൽ പരസ്യപ്പെടുത്തി ആ മനുഷ്യനെ എളുപ്പനാക്കുക എന്നത് ഇത് അള്ളാഹുവിന് അങ്ങേറ്റം കോപിഷ്ഠനാക്കുന്ന കാര്യമാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ തങ്ങൾ വളരെ ഗൗരവത്തിൽ വളരെ ദേഷ്യത്തിൽ തങ്ങൾ പറഞ്ഞു, യാ മഅ്ശറ മൻ ആമന ബിലിസാനി, നാവുകൊണ്ട് വിശ്വസിച്ചവരെ, ഹൃദയത്തിൽ ഈമാൻ കയറാതെ വെറും നാവുകൊണ്ട് മാത്രം മുസ്ലിമാണെന്ന് പറഞ്ഞവരെ, മുനാഫിക്കീങ്ങളെ, ലാ തത്തബിഉ ഔറാതഹും, നിങ്ങൾ ജനങ്ങളുടെ ഐബുകളെ ന്യൂനതകൾ അന്വേഷിച്ച് നടക്കരുത്. അഥവാ നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതയും കുറവുകളും അന്വേഷിച്ച് നടന്നാൽ അള്ളാഹു നിങ്ങളെ നിന്ദ്യരാക്കും. നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും അള്ളാഹു നിങ്ങളെ എളിഭ്യനാക്കും, നിന്ദ്യരാക്കും. അള്ളാഹു എളിഭ്യനാക്കാൻ തീരുമാനിച്ചാൽ അവൻ വീടിൻ്റെ ഉള്ളിലാകട്ടെ, എത്ര മറഞ്ഞിരിക്കുന്നവനാകട്ടെ, അള്ളാഹ് തീർച്ചയായും മനുഷ്യർക്കിടയിൽ അവനെ എളിഭ്യനാക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിനെ അങ്ങേറ്റം കോപിപ്പിക്കുന്ന കാര്യമാണ്. ബിശ്ർ ഇബ്നു ഹാഫി റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുമായിരുന്നു, ഒരാൾ പറയുകയാണ് എനിക്ക് അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹു എന്നെ സ്നേഹിക്കുന്ന ഒരാൾ പറയുകയും വാദിക്കുകയും പക്ഷെ അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ അഭിമാനം ക്ഷതമേൽപ്പിക്കുകയും മറ്റുള്ളവരെ ന്യൂനതയെ പരസ്യപ്പെടുത്തുകയും ചെയ്യുന്ന ശീലമുണ്ട് എങ്കിൽ അവൻ്റെ വാദം വെറും കള, ഫഹുവ കാദിബുൻ, അവൻ കള്ളനാണ്. ലിഅന്നഹു അദുവുല്ലാഹ് ലിഅന്നഹു ശൈത്താനുൻ, കാരണം അവൻ ഷെയ്ത്വാനാണ്, ഷെയ്ത്വാനിൻ്റെ സ്വഭാവമാണ്. മറ്റുള്ളവരുടെ ന്യൂനതകൾ പരസ്യപ്പെടുത്തി അവനെ എളിഭ്യനാക്കുക എന്നുള്ളത് അത് ഷെയ്ത്താനിൻ്റെ സ്വഭാവമാണ്. ഒരിക്കലും അവനെ അള്ളാഹു സ്നേഹിക്കുകയില്ല. അതുകൊണ്ട് മുഅ്മിനിൻ്റെ സ്വഭാവമല്ല. അൽ ഫാജിറു യഹ്തികു വയഫ്ലഹ്, ഒരു ഫാജിറിൻ്റെ ദുർമാർഗിയുടെ സ്വഭാവമാണ് ജനങ്ങൾക്കിടയിൽ മറ്റുള്ളവരെ എളിഭ്യനാക്കാൻ വേണ്ടി പരിശ്രമിക്കുക, മറ്റുള്ളവരെ കുറവുകൾ പറഞ്ഞ് മനുഷ്യരെ എളിഭ്യനാക്കാനും നിന്ദിക്കാനും വേണ്ടി പരിശ്രമിക്കൽ. ഇതൊരു ഫാജിറിൻ്റെ സ്വഭാവമാണ്, മുഅ്മിനിൻ്റെ സ്വഭാവമേ അല്ല. ഈസാ നബി അലൈഹിസ്സലാം തൻ്റെ സമൂഹത്തെ ഉപദേശിക്കുമ്പോഴവരോട് പറയുമായിരുന്നു, ലാ തൻദുറു ഇലാ ഉയൂബിൻ നാസി കൽ അർബാബ്, നിങ്ങൾ ജനങ്ങളുടെ ന്യൂനതകളിലേക്ക് ഒരു ഉടമ അടിമയെ നിരീക്ഷിക്കുന്നത് പോലെ നിങ്ങൾ ജനങ്ങളുടെ ന്യൂനത നോക്കി ഒരിക്കൽ നടക്കരുതേ, അത് നിങ്ങൾക്ക് വലിയ നാശവും നഷ്ടവും കൊണ്ടുവരുന്നതാണ്. ഒരു ഉടമസ്ഥൻ തൻ്റെ അടിമയെ, തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവരുടെ ന്യൂനതയെ തേടി നടക്കുന്നത് പോലെ നിങ്ങൾ ജനങ്ങളുടെ കുറവുകളും ന്യൂനതയും തേടി നടക്കല്ലേ, അത് നിങ്ങൾക്ക് വലിയ നാശവും നഷ്ടവും കൊണ്ടുവരുന്നതാണ്. അള്ളാഹു വെറുക്കുന്ന കാര്യമാണ്. മനുഷ്യർ അവർ കുറവുള്ളവരാണ്, അള്ളാഹുവാണ് സൃഷ്ടിച്ചത്, അതിൽ നമുക്കെന്ത് കാര്യമാണ്? അള്ളാഹു ഓരോരുത്തരും വ്യത്യസ്തമായി സൃഷ്ടിച്ചു. ആ കുറവുകൾ അന്വേഷിച്ച് നടക്കുകയും ആ കുറവുകൾ കണ്ടെത്തി മറഞ്ഞിരിക്കുന്ന തിന്മകളെ മോശത്തരത്തെയും ജനങ്ങൾക്ക് മുന്നിൽ പരസ്യപ്പെടുത്തി ആ മനുഷ്യനെ എളിഭ്യനാക്കിയതിൽ നമുക്കെന്ത് ലഭിക്കാനാണ്? എന്നാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്നൊരു ഉയർന്ന ഗുണമാണ്.
ഒരാളുടെ ന്യൂനത കാണുകയും ഒരാളുടെ മോശത്തരം കാണുകയും അതിനെ മറച്ചു വെക്കുകയും ചെയ്യുക. ഇത് ഉയർന്ന ഗുണമാണ്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ്. അള്ളാഹു അവനെ പരിചയപ്പെടുത്തിയൊരു നാമമാണ്. നിങ്ങളുടെ റബ്ബ് ലജ്ജയുള്ളവനാണ്. മാത്രമല്ല സിത്തീറുൻ, അവൻ അങ്ങേയറ്റം മനുഷ്യൻ്റെ ന്യൂനതയെ മറച്ചു വെക്കുന്നവനാണ്. എല്ലാം അറിയുകയും കാണുകയും ചെയ്യുന്ന റബ്ബ് അതെല്ലാം പരിചയപ്പെടുത്തുന്നില്ല. നമ്മളെക്കുറിച്ച് വളരെ വ്യക്തമായി എല്ലാം അറിയുന്ന റബ്ബ് ആ തിന്മ, നമ്മുടെ മോശത്തരങ്ങളൊന്നും മറിച്ച് സിത്തീറുൻ, അവൻ സിത്തീർ എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ മറച്ചു വെക്കുന്നവനാണ്. വളരെ കൂടുതൽ മറച്ചു വെക്കുന്നവനാണ്. അള്ളാഹുവിൻ്റെ ഒരു ഉയർന്ന നാമമാണ്. അള്ളാഹുവിൻ്റെ ഒരു ഉയർന്ന നാമമാണ്. ഹദീസിൽ വരുന്നുണ്ട്, ഒരു അടിമ തിന്മ ചെയ്യുകയും തെറ്റ് ചെയ്യുകയും ആ തിന്മയിൽ നിന്ന് അടിമ തൗബ ചെയ്യുകയും ചെയ്താൽ ആ തിന്മ രേഖപ്പെടുത്തിയ മലക്കുകളെ, കിറാമിൻ കാത്തിബീനായ മലക്കുകളെ അള്ളാഹു മറപ്പിച്ച് കളയും. ആ തിന്മ മലക്കുകളിൽ നിന്ന് അള്ളാഹു മറപ്പിച്ച് കളയും. പിന്നെ അവൻ്റെ തിന്മക്ക് സാക്ഷിയായ ശരീരത്തിൻ്റെ അവയവങ്ങൾ, അവൻ്റെ കൈ, കാല്, മനുഷ്യൻ തെറ്റിച്ചാൽ അതിന് സാക്ഷിയാണ്. ആ ശരീരത്തിൻ്റെ അവയവങ്ങളെയും അള്ളാഹു തആല മറപ്പിച്ച് കളഞ്ഞേക്കും. പിന്നെ ഭൂമിയുടെ ഏത് ഭാഗത്ത് വെച്ചാണോ മനുഷ്യൻ തെറ്റ് ചെയ്യുന്നത്, ആ ഭൂമി മനുഷ്യനെതിരെ നാളെ ആഖിറത്തിൽ എതിരെ സാക്ഷിയാകും. അള്ളാഹു തആല ആ ഭൂമിയെ മറപ്പിച്ച് കളഞ്ഞേക്കും. എത്ര അള്ളാഹു തആല എത്ര മറച്ചു വെക്കുന്നവനാണ്. നമ്മുടെ തിന്മയെ എത്ര മറച്ചു വെക്കുന്നവനാണ് അള്ളാഹു തആല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മഴ ലഭിക്കാതെയായി മൂസാ നബി അലൈഹിസ്സലാം ജനങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ അള്ളാഹു തആല അറിയിച്ചു, മൂസ, ഈ സമൂഹത്തിൽ 40 വർഷമായി പാപത്തിൽ മാത്രം നിരതനായൊരു മനുഷ്യനുണ്ട്. ആ മനുഷ്യൻ ഈ സദസ്സിൽ നിന്ന് പുറത്തു പോകാതെ ദുആ ഞാൻ സ്വീകരിക്കുകയില്ല. മൂസ അലൈഹിസ്സലാം ജനങ്ങൾക്കിടയിൽ വിളംബരം ചെയ്തു, ഈ കൂട്ടത്തിൽ ഒരു മനുഷ്യനുണ്ട്, 40 വർഷമായി തിന്മയിൽ മാത്രം നിരതനായവനാണ്. അവന് സദസ്സിൽ നിന്ന് പോകാതെ നമ്മുടെ ദുആ സ്വീകരിക്കില്ല. അതുകൊണ്ട് അക്രമി കരുണ കാണിക്കട്ടെ, ഈ സദസ്സിൽ നിന്ന് പുറത്തേക്ക് പോകട്ടെ. ഇത് കേട്ടപ്പോൾ ആ സദസ്സിൽ നിന്ന് ആ മനുഷ്യൻ, 40 വർഷമായി തിന്മ ചെയ്ത് കഴിഞ്ഞുകൂടിയ മനുഷ്യൻ ചിന്തിച്ചു, അല്ലാഹുവേ, ഞാനിപ്പോൾ പുറത്തേക്ക് പോയാൽ ജനങ്ങളെല്ലാം എന്നെ കാണും, ജനങ്ങൾക്കിടയിൽ ഞാൻ പരസ്യമാകും, എന്നെക്കുറിച്ച് എല്ലാവരും മോശമായി ചിന്തിക്കും. ആ മനുഷ്യൻ തൻ്റെ വസ്ത്രത്തെ തലയിൽ കയറ്റിയിട്ട് അവിടെ തന്നെ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്തു. അല്ലാഹ്, 40 വർഷമായി നീ എൻ്റെ തിന്മയെ മറച്ചു വച്ചു, ദാ ഞാൻ ഇന്ന് നിന്നിലേക്ക് തൗബ ചെയ്യുന്നു, നീ എൻ്റെ പാപത്തെ പൊറുത്തുതരണമേ. ഹദീസിൽ കാണാം, അല്ലാഹു തആല ആ സമൂഹത്തിൻ്റെ മേൽ മഴ പെയ്യിപ്പിച്ചു. അല്ലാഹു തആലയോട് മൂസ നബി ചോദിച്ചു, അല്ലാഹുവേ, ആരും ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ടുമില്ല, നീ മഴ പെയ്യിപ്പിക്കുകയും ചെയ്തു, എന്ത് അത്ഭുതമാണ്. അല്ലാഹു പറഞ്ഞു, ആ അടിമ തൗബ ചെയ്തു, ആ അടിമയുടെ തൗബ ഞാൻ സ്വീകരിച്ചു. അപ്പോൾ മൂസ നബി അലൈഹി സ്വലാം ചോദിച്ചു, അല്ലാഹു, ഇത് ആരാണ്, ഏത് മനുഷ്യനാണ്? അപ്പം അല്ലാഹു തആല പറഞ്ഞു, 40 വർഷമായി ഞാൻ ജനങ്ങൾക്ക് പരസ്യപ്പെടുത്താതെ മറച്ചു വെക്കുകയും ഇപ്പോൾ തൗബ ചെയ്ത് ഞാനുമായി അടുക്കുകയും ചെയ്ത ശേഷം ആ മനുഷ്യനെ ഞാൻ പരസ്യപ്പെടുത്താനോ സാധിക്കുകയില്ല മൂസ. അള്ളാഹുവിൻ്റെ ഉയർന്നൊരു നാമമാണ്, അള്ളാഹുവിൻ്റെ ഉയർന്നൊരു സിഫത്താണ് ജനങ്ങളുടെ കുറവുകളെ, ന്യൂനതയെ മറച്ചു വെക്കുക എന്നുള്ളത്. അള്ളാഹു നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നതാണ്. സത്യത്തിൽ നമ്മൾ ഇത്ര ഇസ്സത്തോടെ നാം ജീവിക്കുന്ന നമ്മുടെ വസ്ത്രത്തിൻ്റെ ഭംഗി കൊണ്ടല്ല, നമ്മുടെ ശരീരത്തിൻ്റെ ഭംഗി കൊണ്ടല്ല. നാം ഇത്ര ഇസ്സത്തോടെ ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ സിത്തീർ എന്ന ജനങ്ങളുടെ തിന്മകളെ മറച്ചു വെക്കുക എന്നുള്ള നാമത്തിൻ്റെ മറയിലാണ്. അതെങ്ങാനും അള്ളാഹു മാറ്റുകയും ആ മറയെങ്ങാനും അള്ളാഹു മാറ്റുകയും നമ്മുടെ കുറവും ന്യൂനതയും ജനങ്ങൾക്കിടയിൽ പരസ്യമായാൽ ആര് നമ്മുടെ കൂട്ടത്തിൽ കൂടാനാണ്? സ്വന്തം ഭാര്യ, മക്കൾ പോലും കൂടുകയില്ല. മാലിക് ഇബ്നു ദീനാർ റഹ്മത്തുള്ളാഹി തആല പറയുമായിരുന്നു, തിന്മകൾക്ക് ദുർഗന്ധമുണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സമീപത്ത് നിങ്ങൾ ആരും ഇരിക്കുമായിരുന്നില്ല. പക്ഷെ അല്ലാഹു തആല അവൻ്റെ കരുണ കൊണ്ട് അവൻ സിത്തീറാണ്, അവൻ മറച്ചു വെക്കുന്നവനാണ്, ന്യൂനതയെ, ഐബിനെ മറച്ചു വെക്കുന്നവനാണ്. നമ്മുടെ തിന്മകളെ അള്ളാഹു മറച്ചു വെച്ച് ആളുകൾക്കിടയിൽ പരിചയപ്പെടുത്തിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇസ്സത്തോടെ നമ്മുടെ കുടുംബങ്ങൾ, നാടുകൾ ജീവിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതാണ് ഇതുപോലെ നമ്മളും മറ്റുള്ളവരെ ന്യൂനതയും കുറവുകളെയും കാണുകയും കണ്ടാൽ അതിനെ മറച്ചു വെക്കുന്നവരാകണം, അതിനെ പരിചയപ്പെടുത്തരുത്. ഇത് നബിമാരുടെ ഉയർന്ന ഗുണമാണ്. എല്ലാ അമ്പിയാക്കളും കാണാൻ സാധിക്കുന്ന ഉയർന്ന ഗുണമാണ് മറ്റുള്ളവരുടെ ന്യൂനതകൾ ജനങ്ങൾക്കിടയിൽ നിന്ന് മറച്ചു വെക്കുക എന്നുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ആളുകളുടെ, ചില സമൂഹങ്ങളുടെ തിന്മകൾ കാണുമ്പോൾ തങ്ങൾ അവരുടെ പേരിനെ വെളിവാക്കാതെ തങ്ങൾ ചോദിക്കുമായിരുന്നു, മാ ബാലു അഖ്വാമിൻ യഫ്അലൂന കദാ വകദാ, മാ ബാലു അഖ്വാമിൻ യഖൂലൂന കദാ വകദാ.
ഒരു സമൂഹത്തിന് എന്തു പറ്റി? ഞങ്ങൾക്കറിയാം ഇന്ന ഗോത്രമാണ്, ഇന്ന വ്യക്തിയാണ്, പക്ഷേ പേര് പറയുന്നില്ല. മാ ബാലു അഖ്വാമിൻ, ഒരു സമൂഹത്തിന് എന്തു പറ്റി? ഒരു സമൂഹത്തിന് എന്തു പറ്റി? അവർ ഇങ്ങനെയെല്ലാം പറയുന്നല്ലോ, അവർ ഇങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നല്ലോ. നബിമാരുടെ ഗുണമാണ് മറ്റുള്ളവരെ ന്യൂനത ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്താതെ മറച്ചു വെക്കുക എന്നുള്ളത്. മായിസ് എന്ന് പറയുന്ന സഹാബി, അദ്ദേഹത്തിന് ഒരു വീഴ്ച സംഭവിച്ചു. ഹദ് നടപ്പിലാക്കേണ്ട അവസ്ഥയിൽ ഒരു തിന്മ സംഭവിച്ചു പോയി. അദ്ദേഹം സ്വന്തമായി വന്ന് തങ്ങളുടെ മേൽ സമ്മതിച്ചു, ഞാൻ ഇന്ന തെറ്റ് ചെയ്തു പോയി നബിയെ, അതിൻ്റെ ഹദ് എൻ്റെ മേൽ നടപ്പിലാക്കണം, അതിൻ്റെ ഹദ് എൻ്റെ മേൽ നടപ്പിലാക്കണം. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം സ്വയം സമ്മതിച്ചു വന്നതിൻ്റെ പേരിൽ ശരീഅത്തിൻ്റെ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ മേൽ ഹദ് നടപ്പിലാക്കി. പക്ഷേ തങ്ങൾ ചോദിച്ചില്ല, മായിസെ നീ ആരുമായിട്ടാണ് ഈ പ്രവൃത്തി ചെയ്തത്, ഈ മോശമായ പ്രവൃത്തി നീ ആരുടെ കൂടെയാ ചെയ്തത്? തങ്ങൾ ചോദിച്ചില്ല. തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല, അതാരാണെന്ന് അറിയണം, തങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. മറ്റുള്ളവരെ കുറവുകൾ ന്യൂനതകൾ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ ഇത് തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്, മായിസെ നീ പോയി തങ്ങളോട് ഇത് സമ്മതിക്ക്, നിന്റെ തെറ്റിനെ സമ്മതിക്ക്, എന്നിട്ട് ഹദ് നീ തന്നെ സ്വയം വാങ്ങിച്ചെടുക്കെന്ന് തങ്ങളുടെ അടുക്കലേക്ക് പറഞ്ഞയച്ച സഹാബി ഹസ്സാൽ എന്ന് പറയുന്ന സഹാബിയെ പിന്നീട് തങ്ങൾ കണ്ടപ്പോൾ തങ്ങൾ വളരെ ദുഃഖത്തോടെ ചോദിച്ചു, യാ ഹസ്സാൽ ലൗ സതർതഹു ബിരിദായിക് ലകാന ഖൈറൻ ലക്. ഹസ്സാലെ, നീ എന്തിനാണ് മായിസിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചത്? നിനക്ക് നിന്റെ വിരിപ്പ് കൊണ്ടത് അവനെ അങ്ങ് മറച്ചു വച്ചിരുന്നെങ്കിൽ അതായിരുന്നല്ലോ ഖൈർ. നീ തൗബ ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നല്ലോ, അവനെ ഒന്ന് അള്ളാഹുലേക്ക് തൗബ ചെയ്യിപ്പിച്ച് മടക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാ നീ കാരണമായി ജനങ്ങൾക്ക് മുന്നിൽ അവനെ പരസ്യപ്പെടുത്തിയത് എന്ന് തങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. ഒരിക്കൽ നബിമാർ ഇഷ്ടപ്പെട്ടിരുന്നില്ല മറ്റുള്ളവരെ കുറവുകളും ന്യൂനതകളും അത് ജനങ്ങൾക്കിടയിൽ അന്വേഷിച്ച് പിടിച്ച് കണ്ടെത്തി അവൻ ഇങ്ങനെയാണ് ഇവൻ ഇങ്ങനെയാണ് ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്താൻ ഒരു നബിയും ഇഷ്ടപ്പെട്ടിരുന്നില്ല. വളരെ മോശമായ ഒരു ദുർഗുണമാണത്. ഒരു സഹാബിയിലും കാണാൻ സാധിക്കുകയില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ രാത്രി സമയത്ത് ജനങ്ങളുടെ അവസ്ഥകൾ മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ ചുറ്റി കറങ്ങി നടക്കുമ്പോൾ ഒരു വീടിൻ്റെ ഉള്ളിൽ അർദ്ധരാത്രി സമയത്ത് വെളിച്ചം കണ്ടു. മാത്രമല്ല ഒരു മനുഷ്യൻ പാട്ടുപാടുന്ന ശബ്ദവും കേൾക്കുന്നു. ഉമർ റളിയല്ലാഹു തആല മനസ്സിലായി എന്തോ തെറ്റ് ചെയ്യാൻ. ഉമർ റളിയല്ലാഹു തആല വീടിൻ്റെ മതിൽ ചാടി കടന്ന് വീടിൻ്റെ പിൻവാതിൽ കൂടി ഉമർ റളിയല്ലാഹു തആല വീടിൻ്റെ അകത്ത് കയറിയപ്പോൾ പ്രായമായൊരു മനുഷ്യൻ മദ്യപിച്ചുകൊണ്ട് പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹു തആല കടന്ന് ചെന്ന് ആ മനുഷ്യനെ പിടിച്ചു. നീ എത്ര വലിയ മോശത്തരമാണ്, ധിക്കാരമാണ് കാണിക്കുന്നത്, ഇത്രയും പ്രായമായിട്ടും അള്ളാഹ് നിഷിദ്ധമാക്കി ഹറാമ് ചെയ്യുകയാണോ? ആ മനുഷ്യൻ തിരിച്ചു ചോദിച്ചു, ഉമർ ശരിയാണ്, ഞാൻ എൻ്റെ തെറ്റിനെ സമ്മതിക്കുന്നു, പക്ഷേ നിങ്ങൾ ഒരു മനുഷ്യൻ്റെ വീട്ടിലേക്ക് അനുവാദമില്ലാതെ പ്രവേശിച്ചു, പുറകിലെ വാതിൽ കൂടി കയറുക എന്നത് ദീൻ തടഞ്ഞ കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ തെറ്റിനെ ചുഴഞ്ഞന്വേഷിച്ചു, ഇതെല്ലാം തെറ്റുകളല്ലേ, നിങ്ങൾ എത്ര വലിയ തെറ്റാണ് ഉമറെ ചെയ്തത്. ഉമർ റളിയല്ലാഹു തആല പിന്നെ ഒന്നും സംസാരിക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് മടങ്ങിപ്പോയി. ചരിത്രത്തിൽ കാണാം. പക്ഷേ ഈ മനുഷ്യൻ ഇങ്ങനെയെല്ലാം സംസാരിച്ചുവെങ്കിലും പിന്നെ ഭയമായി. ഉമർ റളിയല്ലാഹു തആല അടുക്കൽ പോകാൻ, സദസ്സിൽ പോകാൻ ഭയമായി. കുറേ കാലഘട്ടത്തിന് ശേഷം ഉമർ റളിയല്ലാഹു തആല മിമ്പറിൽ നിൽക്കുമ്പോൾ ആ മനുഷ്യൻ സദസ്സിൻ്റെ പുറകിൽ വന്നിരുന്നു. ഉമർ റളിയല്ലാഹു തആല കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം വന്നു, വീണ്ടും അടുത്തേക്ക് വിളിച്ചു. ആ മനുഷ്യന് ഭയം കൂടി. ഇപ്പോൾ ജനങ്ങൾക്ക് മുന്നിൽ എന്നെ പരസ്യപ്പെടുത്തും എൻ്റെ തെറ്റിനെക്കുറിച്ച്. ഉമർ റളിയല്ലാഹു തആല വിളിച്ച് അടുത്ത് കൊണ്ടുവന്നു. ആരും കേൾക്കാതെ ചെവി അടുപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ആ മനുഷ്യന് പറഞ്ഞു, അന്ന് ഞാൻ കണ്ട തെറ്റിനെ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ, നീ പേടിക്കേണ്ടതില്ല. ഒരു തിന്മ കണ്ടത്, പക്ഷെ ആരും ഞാൻ പറഞ്ഞിട്ടില്ല, ഖലീഫയാണ്. അപ്പം ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു തആലയുടെ ചെവിയിൽ പറഞ്ഞു, അന്നത്തെ ദിവസത്തിന് ശേഷം ഇതുവരെ ആ തെറ്റ് ഞാൻ ചെയ്തിട്ടുമില്ല. സഹാബാക്കൾ ഒരു ഉയർന്ന ഗുണമായിരുന്നു മറ്റുള്ളവരുടെ ന്യൂനതയും അയവുമെല്ലാം അത് പരസ്യപ്പെടുത്താതെ എങ്ങനെയെങ്കിലും മറച്ചു വെക്കുക എന്നുള്ളത്. ഒരു സദസ്സിൽ ഉമർ റളിയല്ലാഹു തആലയുള്ള ഒരു സദസ്സിൽ ഏതോ ഒരു വ്യക്തിയുടെ ഉദു മുറിഞ്ഞു. അതിൻ്റെ ദുർഗന്ധം വമിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു തആല ദേഷ്യപ്പെട്ടു. ആരാണ് ഈ സദസ്സിന് പുറത്തേക്ക് എണീറ്റ് പോയി ഉദു എടുത്ത് കൊണ്ടുവരും. അപ്പോൾ ആ സദസ്സിലുണ്ടായിരുന്ന ജരീർ റളിയല്ലാഹു തആല പറഞ്ഞു, ഉമർ അത് എത്ര മോശമായ കാര്യമാണ്, അദ്ദേഹം ഇവിടുന്ന് എണീറ്റ് പോയാൽ ജനങ്ങളെല്ലാം കാണുകയും അദ്ദേഹത്തെ കളിയാക്കുകയും ചെയ്യുകയില്ലേ, അതുകൊണ്ട് നമുക്കെല്ലാവർക്കും പോയി ഉദു എടുത്തിട്ട് വരാം, അപ്പോൾ ആർക്കാണ് അത് സംഭവിച്ചത് മനസ്സിലാവുകയില്ലല്ലോ. സഹാബാക്കളുടെ ഒരു ഗുണമാണ്. ഉമർ റളിയല്ലാഹു പറഞ്ഞു, റഹിമല്ലാഹ്, ജരീർ നിനക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ, നിഅമ സയ്യിദ് കുന്ത ഫിൽ ജാഹിലിയ്യ, ജരീറെ നീ ജാഹിലിയ കാലഘട്ടത്തിൽ സയ്യിദായിരുന്നു, നീ ഇസ്ലാമിൽ വന്ന ശേഷം നീ സയ്യിദാണ് ജരീറെ, എത്ര നല്ല കാര്യമാണ് നീ പറഞ്ഞത്. എല്ലാവരും എണീറ്റ് പോയി ഒരു മനുഷ്യൻ്റെ ന്യൂനതയെ മറച്ചു വെക്കാൻ വേണ്ടി. ഇത് സഹാബാക്കളിൽ നിന്ന് ഒരു ഉയർന്ന ഗുണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഇത് നമ്മളിൽ നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നമ്മൾ പരസ്പരം മറ്റുള്ളവരുടെ
കുറവുകൾ, ന്യൂനതകൾ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ആരിൽ എന്ത് കുറവുണ്ട്? നമ്മുടെ കണ്ണുകൾ ഇങ്ങനെ മനുഷ്യരുടെ കുറവുകൾ തേടി നടക്കുകയാണ്. അത് കണ്ടെത്തി അത് മനുഷ്യർക്ക് രഹസ്യമായതിനെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുകയാണ്. ചിലർ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തൻ്റെ രാഷ്ട്രീയമായി യോജിക്കാത്ത സംഘടനകളുടെ ആളുകളുടെ തിന്മകൾ കണ്ടെത്തി അതിനെ ജനങ്ങൾക്കിടയിൽ മുസ്ലിമീങ്ങളായ കൂട്ടുകാരുടെ കുറവുകൾ പരസ്യപ്പെടുത്തുന്നു. ചിലർ തൻ്റെ സംഘടന ആകാത്ത മറ്റുള്ള മുസ്ലിം സംഘടനകളുടെ കൂട്ടുകാരുടെ തിന്മകൾ കണ്ടെത്തി അതിനെ മനുഷ്യർക്കിടയിൽ പരസ്യപ്പെടുത്തുന്നു. ചിലർ തൻ്റെ കുടുംബമല്ലാത്തതിൻ്റെ പേരിൽ മറ്റുള്ള കുടുംബക്കാരെ കുറവുകൾ അന്വേഷിച്ച് കണ്ടെത്തി മറ്റുള്ളവർ മുന്നിൽ അതിനെ പരസ്യപ്പെടുത്തുന്നു. ഈ ഉമ്മത്തിൽ എങ്ങനെ ഈ അവസ്ഥയിൽ ഐക്യമുണ്ടാകാനാണ്? ഈ തിന്മ നമ്മൾ ബാക്കി നിൽക്കെ മറ്റുള്ളവരെ കുറവുകൾ അന്വേഷിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും എന്ന ഈ മോശമായ ഗുണം, തിന്മ നമ്മൾ ബാക്കി നിൽക്കെ എങ്ങനെ ഉമ്മത്തിൽ യോജിപ്പും ഐക്യമുണ്ടാകാനാണ്? ഇസ്ലാമിൻ്റെ ശത്രുക്കൾ അവർക്കിടയിൽ യോജിപ്പുണ്ടാകാനുള്ള ഒരു സാഹചര്യവുമില്ല. ജാതിയുടെ മതത്തിൻ്റെ പേരിൽ അവർക്ക് ഭിന്നിച്ച് നിൽക്കാനേ സാധിക്കുകയുള്ളൂ. എന്നിട്ട് പോലും അതെല്ലാം മറന്നുകൊണ്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഒറ്റക്കെട്ടായി ഐക്യപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിം ഉമ്മത്ത് പരസ്പരം തൻ്റെ സ്നേഹിതൻ്റെ, തൻ്റെ കൂട്ടുകാരുടെ കുറവുകൾ അന്വേഷിച്ച് കണ്ടെത്തി അതിനെ പരസ്യപ്പെടുത്തി ജീവിച്ചാൽ എങ്ങനെ ഉമ്മത്തിൽ യോജിപ്പും ഐക്യവും ഉണ്ടാകാനാണ്? അതുകൊണ്ട് മനുഷ്യർ തീർച്ചയാണ് എല്ലാവരിലും കുറവുകളുണ്ട്, ന്യൂനതയുണ്ട്. അതിനെ അന്വേഷിച്ച് നടക്കൽ നമ്മുടെ ജോലിയല്ല. അത് അന്വേഷിച്ച് നമ്മൾ ജോലിയല്ല. മറിച്ച് ഉലമാക്കൾ എഴുതി മറ്റുള്ളവരെ നന്മകൾ അന്വേഷിക്കിൻ. നാം കുറവുകൾ കണ്ടെത്തുന്നവരിൽ ധാരാളം നന്മകളുണ്ട്. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുന്നു, ഒരു നജസായ വസ്തു, ആ നജസായ വസ്തുവിൻ്റെ മേൽ 2 കൊല്ലത്തിൽ കൂടുതൽ വെള്ളം വർദ്ധിച്ച് ആ നജസിൻ്റെ മണവും അതിൻ്റെ രുചിയും മനസ്സിലാകാത്ത നിലയിൽ വെള്ളം വർദ്ധിച്ചാൽ പിന്നെ അത് ശുദ്ധമായതാണ്, പിന്നെ അത് നജസായി ഗണിക്കപ്പെടുകയില്ല. ഇതുപോലെ ഒരാളിൽ നന്മകൾ വർദ്ധിച്ചു, കുറച്ച് തിന്മകളുണ്ടെങ്കിൽ ആ നന്മകൾ കൊണ്ട് ആ തിന്മയെ മൂടിവെക്കിൻ. ഇതാ നമ്മൾ ചെയ്യേണ്ടത്. എല്ലാവരും നന്മകളുണ്ട്, നന്മകളെ അന്വേഷിക്കിൻ. 2, മറ്റുള്ളവരുടെ ഐബുകൾ നാം കണ്ടാൽ അത് മാറാൻ നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ദുആ ചെയ്യിൻ. ഒരാളുടെ ന്യൂനത കണ്ടു, ഐബ് കണ്ടു, അത് മാറണമെന്നാണ് നിഷ്കളങ്കമായി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പരസ്യപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ആ മനുഷ്യന് വേണ്ടി ദുആ ചെയ്യിൻ. ഉമർ റളിയല്ലാഹു തആല സദസ്സിൽ നിത്യമായി പങ്കെടുത്തൊരു മനുഷ്യനെ കാണാതായി. അദ്ദേഹം ചോദിച്ചു, എവിടെയാണ്? ഇന്ന കൂട്ടുകാരൻ കാണുന്നില്ലല്ലോ. കൂട്ടുകാർ പറഞ്ഞു, അദ്ദേഹം മദ്യപിച്ച് ഇന്ന നാട്ടിലേക്ക് മാറിപ്പോയി. ഉമർ റളിയല്ലാഹു തആല കത്തെഴുതി 2 സഹാബാക്കളെ പറഞ്ഞയച്ചു. എന്നിട്ട് ബാക്കിയുള്ള കൂട്ടുകാരോട് ഇരിക്കാൻ പറഞ്ഞു. നിങ്ങൾ ദുആ ചെയ്യിൻ. നിങ്ങളുടെ സഹോദരന് വേണ്ടി, അദ്ദേഹത്തിന് തൗബയ്ക്ക് വേണ്ടി, അദ്ദേഹത്തിന് അല്ലാഹു കരുണ ചെയ്യാൻ വേണ്ടി ദുആ ചെയ്യിൻ. അതല്ലാതെ നിങ്ങൾ ശൈത്താൻ്റെ സഹോദരന്മാരാകല്ലേ, ശൈത്താൻ്റെ സഹായികളാകല്ലേ. ആ മനുഷ്യൻ്റെ തിന്മയെ പരസ്യപ്പെടുത്തി ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തി ശൈത്താൻ്റെ സഹായികളാകല്ലേ എന്ന് ഉമർ റളിയല്ലാഹു തആല കൂട്ടുകാരോട് പറയുകയുണ്ടായി. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം മനുഷ്യന് വേണ്ടി ദുആ ചെയ്യലാണ്. അതുപോലെ ഒരു മനുഷ്യനിൽ എന്തെങ്കിലും ന്യൂനതയും ഐബും കണ്ടാൽ അതിനെ മാറാൻ നിഷ്കളങ്കമായി നാം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആ വ്യക്തിയുടെ മുന്നിൽ മാത്രം അതിനെ പരസ്യപ്പെടുത്തി. അഷ്റഫ് അലി ദാനവി റഹ്മത്തുള്ളാഹി തആല അലൈഹി അൽ മുഅ്മിനു മിർആത്തുൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മറ്റൊരു മുഅ്മിനിന്റെ കണ്ണാടിയാണ് എന്നതിനെ വിശദീകരിച്ച് അദ്ദേഹം പറയുന്നു. കണ്ണാടിയുടെ ഒരു പ്രത്യേകത നമ്മുടെ എല്ലാ ന്യൂനതയും വെളിവാക്കി തരും. നമ്മൾ എന്തെല്ലാം കുറവുകളുണ്ടോ അതെല്ലാം വെളിവാക്കി തരും. കണ്ണാടിയുടെ പ്രത്യേകതയാണ്. എന്നാൽ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അത് മറ്റാരുടെ മുന്നിൽ വെളിവാക്കുകയില്ല, നമ്മുടെ മുന്നിൽ മാത്രമേ വെളിവാക്കുകയുള്ളൂ. ഇതുപോലെ ആരുടെയെങ്കിലും ന്യൂനതയും ഐബും കണ്ടാൽ അത് ജനങ്ങൾക്ക് മുന്നിലല്ല പരസ്യപ്പെടുത്തേണ്ടത്, മറിച്ച് ആ വ്യക്തിയെ പോയി കണ്ട് സ്നേഹത്തോടെ ഇന്ന കാര്യം ഇന്നിലുണ്ടെന്ന് പറഞ്ഞ് തിരുത്താനുള്ള സ്നേഹത്തോടെയുള്ള നിഷ്കളങ്കമായി പരിശ്രമം ചെയ്യും. ഇതെല്ലാമാണ് ചെയ്യേണ്ടത്. ബാക്കിയുള്ള അല്ലാഹ് തടഞ്ഞിരിക്കുന്ന കാര്യമാണ്. ആരുടെയെങ്കിലും കുറവുകൾ അന്വേഷിച്ച് കണ്ടെത്തി അത് ജനങ്ങൾക്കിടയിൽ മറഞ്ഞിരിക്കുന്ന, അള്ളാഹു മറച്ചു വെച്ചതിനെ ജനങ്ങൾക്കിടയിൽ പരസ്യപ്പെടുത്തുന്നതിനെ അള്ളാഹ് തടഞ്ഞിരിക്കുന്ന കാര്യമാണ്. അങ്ങനെ ആരെങ്കിലും പരസ്യപ്പെടുത്തിയാൽ ആ തിന്മയിൽ അകപ്പെടാതെ മരിക്കുകയുമില്ല. അള്ളാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വആഖിറു ദുആനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.